ശ്രദ്ധയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു മകൾ. എല്ലാ അമ്മമാരെ പോലെയും ആ അമ്മയ്ക്ക് അമ്മയുടെ മോളും പൊന്നോമനയായിരുന്നു. എന്നിട്ട് വാഴാതെ പൂവേ എൻ വാഴ്വിൽ വീണ്ടും എനയേണ്ട തായേ ായി സുഖமான സുമയായി ഇത് കൈയിൽ ഏന്തി താലാട്ടുവേനേ കാറ്റോട് തலை கோதி நதியோடு தவழ்ந்து உயிரோடு உயிராக உறவாடும் அழகே பனியோடு விளையாடி மலர் ஊஞ்சலாடி தரை வந்து தமிழ் பேசும் இரு கால்வன் நிலவே முகம் பார்த்த பொழுது உன் பாதம் தொழுது ஆராரிராரோ 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 ஆராரிரோ. അങ്ങനെ ആ രൂപം വന്ന് ആ മോളെ പിടിച്ചോണ്ട് പോയി. അമ്മ തന്റെ കൊച്ചിനെ അന്വേഷിച്ചോണ്ട് കാട്ടിലൂടെ കുറെ അലഞ്ഞു. നിങ്ങൾ എന്റെ മോളെ കണ്ടോ? കണ്ടോ? കുറെ മുടിയൊക്കെ ഉണ്ട്. കണ്ടില്ല അല്ലേ? തമ്പീരാൻ മോയമ്പ് തുണയായിരിക്കേണോ അലങ്കാരമങ്ങാനാദരിച്ചു കാട്ടേണോ അഴകുള്ള ചേലയും കെട്ടിയുടുത്തുതേ മോളെ കിട്ടിയില്ലേ? ഇല്ല. പിന്നെ അമ്മ മോളെ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിച്ചു ആ രൂപത്തെ. പെണ്ണിൽ ഉയരല്ല പകയാണെന്നേ
ഇതൊരമ്മയുടെ പ്രതികാരത്തിന്റെ കഥയാണ്. കാമവരെ കൊണ്ട് സ്വന്തം മകളെ പിച്ച് ചിന്തിയപ്പോൾ നിസ്സഹായിയായി നോക്കി നിൽക്കേണ്ടി വന്ന ഒരമ്മയുടെ കഥ, അവളുടെ പ്രതികാരത്തിന്റെ കഥ. ചെറുപോയിലേ മാനം പുലരണ മുൻപേ ഉണര. ഈ കഥ ഇവിടെ തീരുന്നു. ഇനി ഒരിക്കലും ഈ കഥ ആവർത്തിക്കാതിരിക്കട്ടെ. ഇനി ഒരമ്മയുടെയും കണ്ണുനീർ വീഴാതിരിക്കട്ടെ. എല്ലാവരോടുമായി ഞങ്ങൾ ഒന്ന് പറയട്ടെ, തിരക്കേറിയ ജീവിതത്തിൽ സ്വന്തം മക്കൾക്കായി ഒരു കരുതൽ അത് നല്ലതാണ്. ഒരു പിഴവ് മതി ഈ ലോകത്തെ കണ്ണുനീരണിയിക്കാൻ.